യെസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം മിഥുല മിസ് ആണ്. സോ എന്റെ മമ്മസിന് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് മിസ് വന്നിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ കൂടെയാണ്. അപ്പൊ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കുക. ഒന്നാമത്തെ ചോദ്യം, ദ എലമെന്റ് നെയിംഡ് ആഫ്റ്റർ സൺ, സൂര്യന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോ ഹീലിയസ് എന്ന് പറയുന്ന ആ ഒരു പേരിൽ നിന്നാണ് നമ്മുടെ സൂര്യന് സൺ എന്ന പേര് വന്നത്. ആ സണ്ണിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു മൂലകം എന്നറിയപ്പെടുന്നത് ആരാണെന്നറിയോ? അത് ഹീലിയമാണ് കേട്ടോ, ഹീലിയമാണ്. അപ്പൊ മക്കളെ, നിങ്ങൾ ഇതേപോലെ നെയിംസിന്റെ ഒറിജിൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഒരു എലമെന്റിന് പേര് കൊടുക്കാൻ പല 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 കാറ്റഗറീസ് ഫോളോ ചെയ്യാറുണ്ട് അല്ലെ. ചിലപ്പോഴാണെങ്കിൽ കളർ ഫോളോ ചെയ്യാറുണ്ട്. കളർ വെച്ചിട്ട് നമ്മൾ കൊടുക്കേണ്ട ക്ലോറിന് പേര് വന്നു, ഇൻഡിയത്തിന് പേര് വന്നു, ക്രോമിയത്തിന് പേര് വന്നു. ഇതൊക്കെ കളേഴ്സ് ആണ് അല്ലെ. പിന്നെ രാജ്യങ്ങളുടെ പേര് നമ്മൾ കൊടുക്കാറുണ്ട്. അമേരിഷ്യം, ജർമേനിയം, ഫ്രാൻസിയം, ഇതൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ. പിന്നെ അതേപോലെ തന്നെ പൊളോണിയം, പോളണ്ടിന്റെ പേരിൽ നിന്ന് വന്നത്. പിന്നെ നമ്മൾ ഗ്രഹങ്ങളുടെ പേര് പ്ലൂട്ടോണിയം ഉണ്ട്, നെപ്റ്റ്യൂണിയം ഉണ്ട്, പിന്നെ ഏതാണുള്ളത് മെർക്കുറി ഉണ്ട് അല്ലെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അതേപോലെ സയന്റിസ്റ്റിന്റെ പേരുകളുണ്ട്. റിദർഫോർഡിയം, മെന്റലീവിയം, ക്യൂരിയം. കോണ്ടിനെന്റ്സിന്റെ പേരുണ്ട് അല്ലെ, യൂറോപ്പിയം. അപ്പൊ അങ്ങനെ പല പല ഒറിജിൻ ആണ് ഉള്ളത്. ലാറ്റിൻ നെയിമുകളുണ്ട്. ലാറ്റിൻ നെയിമുകളുള്ള കുറച്ച് ആൾക്കാരെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ലാറ്റിൻ നെയിമുള്ള ഒരാളാണ് നമ്മുടെ സോഡിയം അല്ലെ. സോഡിയത്തിന് സിമ്പല് വന്നത് നേട്രിയം എന്ന ലാറ്റിൻ നെയിമിൽ നിന്നാണ് സോഡിയത്തിന് ആ ഒരു സിമ്പല് വന്നിട്ടുള്ളത്. ഇനി അടുത്തൊരാളാണ് പൊട്ടാസ്യം അല്ലെ. കാലിയം എന്ന ലാറ്റിൻ നെയിമിൽ നിന്നാണ് പൊട്ടാസ്യത്തിന് ആ ഒരു സിമ്പല് വന്നിട്ടുള്ളത്. കോപ്പർ, കുപ്രം എന്ന ലാറ്റിൻ നെയിമിൽ നിന്നാണ് സിമ്പല് വന്നിട്ടുള്ളത്. ഇനി ആളാരാണ്? ഫെറം, അയൺ അല്ലെ. ഫെറം എന്ന് പറയുന്ന ലാറ്റിൻ നെയിമിൽ നിന്ന് പേര് വന്നിട്ടുള്ള ആളാണ്. ഇനി ഇതേപോലെ കുറെ ആൾക്കാരുണ്ട് അല്ലെ ലാറ്റിൻ നെയിമിൽ നിന്ന് പേര് വന്നവർ. സോ അവരെയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. നമ്മുടെ സിൽവർ, അർജന്റം എന്ന് പറയുന്ന ലാറ്റിൻ നെയിമിൽ നിന്ന് പേര് വന്നിരിക്കുന്നു. പിന്നെ അതേപോലെ ടിന്ന്, എസ് എന്നാണ് സിമ്പല്. സോ സ്റ്റാനം എന്ന് പറയുന്ന ലാറ്റിൻ നെയിമിൽ നിന്ന് പേര് വന്നിരിക്കുന്നു. അപ്പൊ ഇതേപോലെ ലാറ്റിൻ നെയിംസ് ആൻഡ് ദർ ഒറിജിൻ, സിമ്പിൾസിന്റെ ഒറിജിനും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, എ ഗ്യാസ് ലിബറേറ്റഡ് ഡ്യൂറിംഗ് ദ ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അത് ഡീകമ്പോസ് ചെയ്യും. അവിടെ ഒരു ഗ്യാസ് റിലീസ് ചെയ്യപ്പെടും. ഈ ഗ്യാസിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇറ്റ് ഹെൽപ്സ് ഇൻ ബേണിംഗ്, കത്താൻ സഹായിക്കുന്ന വാതകമാണ്. അപ്പൊ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ അല്ലെ ഏതായിരിക്കും ആ ഗ്യാസ്? യെസ്, ഓക്സിജൻ ഗ്യാസ് ആണ്. അടുത്തത്, ദ കളർ ചേഞ്ച് ഷോൺ ബൈ ലിറ്റ്മസ് പേപ്പർ ഇൻ നോൺ മെറ്റാലിക് ഓക്സൈഡ്. അലോഹ ഓക്സൈഡുകളിൽ ലിറ്റ്മസ് കാണിക്കുന്ന നിറമാറ്റമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം എന്റെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം, നോൺ മെറ്റാലിക് ഓക്സൈഡുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ നോൺ മെറ്റാലിക് ഓക്സൈഡുകളും അസിഡിക് നേച്ചർ ഉള്ള ആളാണ്. എല്ലാ അലോഹ ഓക്സൈഡുകളും അസിഡിക് സ്വഭാവം കാണിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ മെറ്റാലിക് ഓക്സൈഡുകൾ എങ്ങനെയായിരിക്കും? ലോഹ ഓക്സൈഡുകൾ എങ്ങനെയായിരിക്കും? അവര് ബേസ് ആയിരിക്കും അല്ലെ. ഇനി ഇതേപോലെ ലിറ്റ്മസിന്റെ കളർ ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ലിറ്റ്മസിന്റെ കളർ ചേഞ്ച് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ലിറ്റ്മസിന്റെ കളർ ചേഞ്ച് എങ്ങനെയാണ് വരിക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ലിറ്റ്മസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ബ്ലൂ ലിറ്റ്മസും ഉണ്ട്, റെഡ് ലിറ്റ്മസും ഉണ്ട് അല്ലെ. നീല ലിറ്റ്മസും ഉണ്ട്, ചുവപ്പ് ലിറ്റ്മസും ഉണ്ട് അല്ലെ. ശരി, നീല ലിറ്റ്മസ് എവിടെയാണ് കളർ ചേഞ്ച് കാണിക്കുക? നീല ലിറ്റ്മസ് എടുത്തു കഴിഞ്ഞാൽ ആസിഡും ഉണ്ട് ബേസും ഉണ്ട് എന്ന് വിചാരിക്കാം മക്കളെ. നീല ലിറ്റ്മസ് ആസിഡുകളിൽ റെഡ് കളറായിട്ട് മാറും അല്ലെ. ബ്ലൂ ലിറ്റ്മസ് ആസിഡുകളിൽ റെഡ് കളറായിട്ട് മാറും, ബേസിൽ റിയാക്ഷൻ ഇല്ല. ഓക്കെ അല്ലേ. അപ്പൊ ആസിഡ്സിൽ ബ്ലൂ ലിറ്റ്മസ് റെഡ് കളറായിട്ട് മാറുന്നു. ബേസുകളാണെങ്കിലോ റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ കളറായിട്ട് മാറുന്നു, ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ നീല നിറമായിട്ട് മാറുന്നു. എന്നാൽ ആസിഡുകളിൽ കളർ ചേഞ്ച് ഇല്ല. ഇനി നിങ്ങൾക്ക് ഉത്തരം പറയാം. എല്ലാ നോൺ മെറ്റാലിക് ഓക്സൈഡുകളും അസിഡിക് ആണ് അല്ലെ. എല്ലാ അലോഹ ഓക്സൈഡുകളും അസിഡിക് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞൂടെ എന്തായിരിക്കും? ആസിഡിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആണ് റെഡ് കളറായിട്ട് മാറുന്നത്. അപ്പൊ ഓപ്ഷൻ ഏതായിരിക്കും? യെസ്, ബ്ലൂ ബിക്കംസ് റെഡ്. നീല നിറം ചുവപ്പാകുന്നു,
ഇതാണ് നമ്മുടെ ശരിയായ ഉത്തരം. റെഡി? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. കിങ് ഓഫ് കെമിക്കൽസ്, രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മറ്റാരുമല്ല, സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം. ഹൗ മെനി ഗ്രൂപ്പ്സ് ആൻഡ് പീരിയഡ്സ് ആർ ദർ ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ? നമുക്കറിയാം അല്ലേ, നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ എലിമെന്റ്സിനെയും നമുക്ക് ഹ്യൂമൻസിന് പഠിക്കാൻ എളുപ്പത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ് പീരിയോഡിക് ടേബിൾ അല്ലെ. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പീരിയോഡിക് ടേബിളിനെ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നാണ് വിളിക്കുന്നത്. ഹെൻറി മോസ്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് മോഡേൺ പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ എത്ര ഗ്രൂപ്പും പീരീഡും ഉണ്ട് മക്കളെ? 18 ഗ്രൂപ്പുകളും 7 പീരീഡുമാണുള്ളത് കേട്ടോ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്തത്, മോഡേൺ പീരിയോഡിക് ടേബിൾ ഇസ് ബേസ്ഡ് ഓൺ. നമുക്കറിയാം പീരിയോഡിക് ടേബിളിന്റെ ഒറിജിൻ എടുത്തു കഴിഞ്ഞാൽ പണ്ട് കാലം തൊട്ട് ഒരുപാട് ഡിസ്കവറീസ് ഉണ്ട് അല്ലെ. ആദ്യമായിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ, ഒരു തരംതിരിക്കാൻ ശ്രമിച്ചത് അന്റോയിൻ ലവോയിസി ആണ്. മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നും അദ്ദേഹം തരംതിരിച്ചു. പിന്നീടാണ് നമ്മുടെ ട്രയാഡ്സ് വരുന്നത്, ത്രികങ്ങൾ വരുന്നത്. ഡോബറൈനേഴ്സ് ട്രയാഡ്സ് വന്നു. അതിനുശേഷം ന്യൂലാൻഡിന്റെ ഒക്ടേവ്സ്, അഷ്ടകങ്ങൾ വന്നു. അതിനുശേഷമാണ് നമ്മുടെ മെന്റലീവിന്റെ പീരിയോഡിക് നിയമം വരുന്നത്. മെന്റലീവ് പറഞ്ഞ കാര്യം എന്താ? അറ്റോമിക് മാസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എല്ലാ പ്രോപ്പർട്ടീസും എന്ന് നമ്മുടെ മെന്റലീവ് പറഞ്ഞു. പക്ഷെ പിന്നീട് മനസ്സിലായി അറ്റോമിക് മാസിനെ അല്ല, അറ്റോമിക് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെയാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ ഹെൻറി മോസ്ലി വരുന്നത്. എല്ലാ പ്രോപ്പർട്ടീസും, എലമെന്റ്സിന്റെ എല്ലാ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ അറ്റോമിക് നമ്പറിനെയാണ്. മൂലകങ്ങളുടെ എല്ലാ രാസഭൗതിക ഗുണങ്ങളും അടിസ്ഥാനമാക്കിയിരിക്കുന്നത് അവയുടെ അറ്റോമിക നമ്പറിനെയാണ് എന്ന് നമ്മുടെ ഹെൻറി മോസ്ലി പറഞ്ഞു. ഇതാണ് മോഡേൺ പീരിയോഡിക് ലോയും അതിൽ നിന്നുണ്ടായിട്ടുള്ള മോഡേൺ പീരിയോഡിക് ടേബിളും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് സബ്സ്റ്റൻസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്ലോ ഓഫ് ഫയർഫ്ലൈ? മിന്നാമിനുങ്ങിന്റെ വെളിച്ചത്തിന് കാരണമാകുന്നത് മിന്നാമിനുങ്ങിന്റെ തന്നെ ശരീരത്തിലുള്ള ലൂസിഫറിൻ എന്ന് പറയുന്ന പദാർത്ഥമാണ് അല്ലെ. ഈ ലൂസിഫറിന് എന്താ ചെയ്യാ? ലൂസിഫറേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സാന്നിധ്യത്തിൽ അൾട്രാ വയലറ്റ് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യും അല്ലെ. എന്നിട്ട് ഇവര് വിസിബിൾ ലൈറ്റ് എമിറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് ദൃശ്യപ്രകാശമാക്കി പുറത്തേക്ക് വിടും. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. ഈ പ്രോസസ്സിനെ നമ്മൾ എന്താ വിളിക്കുക? ഒരു ലിവിങ് ഓർഗാനിസം ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ, ഒരു ജീവനുള്ള വസ്തു പ്രകാശത്തെ പുറത്തേക്ക് വിട്ടാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ബയോ ലൂമിനസെൻസ് അല്ലെ. ജൈവദീപ്തി അഥവാ ബയോലൂമിനസെൻസ് എന്ന് നമുക്ക് പറയാം. മക്കളെ, അപ്പൊ ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ഇനി മിസ്സിന്റെ കയ്യിലുണ്ട്. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ കൂടെ നമ്മൾ ബ്രഹ്മോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും നമ്മുടെ ബ്രഹ്മോസിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം. കാരണം ഫ്രീ ക്ലാസ്സസ് ആണ്, ഡെയിലി ക്ലാസ് ഉണ്ടാവും, പോളറ്റാക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഫ്രീ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ കേട്ടോ. അപ്പൊ ബ്രഹ്മോസ് പറയുന്നതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ മിസ് പറയാം. യോധ ബാച്ചിലേക്ക് നമ്മുടെ അഡ്മിഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ 15 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുക ഒക്ടോബർ 22 മാത്രമാണ്. സോ യോധ ബാച്ചിലേക്ക് നിങ്ങൾക്ക് കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യാം. ബ്രഹ്മോസ്, അതായത് നമ്മുടെ NMMS ബാച്ചിലേക്കാണ് നിങ്ങൾ വരുന്നതെങ്കിൽ അത് 100% ഫീ ഫ്രീ ആണ്. 1 രൂപ പോലും നിങ്ങൾ മുടക്കണ്ട. സോ എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും അവിടേക്ക് വരും എന്ന് മിസ് വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് ഉത്തരം എഴുതുന്നതിന് വേണ്ടി ഒരു ചോദ്യം തരാം. ഈ ചോദ്യം ഉണ്ടല്ലോ, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഏത് ടൈപ്പ് റിയാക്ഷൻ ആണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം താഴെ എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.